സർ പാർട്ടിയോട് സാറ് മത്സരിക്കുന്നതിനുള്ള സന്നദ്ധത അറിയിച്ചു, താല്പര്യം അറിയിച്ചു, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും അറിയിച്ചു. എന്നിട്ടും സീറ്റ് തരാത്തതുകൊണ്ടല്ലേ സാറിന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറങ്ങേണ്ടി വരുന്നത്? പാർട്ടി സീറ്റ് ഉണ്ടായപ്പോഴേ ഞാൻ സ്വതന്ത്രം ഇത് ചോദ്യം സംസ്ഥാന നേതൃത്വത്തെ അങ്ങ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും പ്രതികരണങ്ങൾ വരുമ്പോൾ കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചു പോകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തിട്ടില്ല. ഇല്ല, എല്ലാം ഞാനിവിടെ ഡീൽ ചെയ്യും, എല്ലാം പരിഹരിക്കും. എനിക്ക് പരിഹരിക്കാൻ അറിയാമായിരുന്നു. ഒരു പരാതി പോലും 63 ഇയേഴ്സിനുള്ളിൽ ഒരു പാർട്ടി കമ്മിറ്റിക്കും സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ പരാതി കൊടുത്തിട്ടില്ല. സംഘടനാ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി പോലും അവർക്കറിയാലോ. താങ്കളെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ 5 വർഷക്കാലം അതെ മാഡം, ഇതെല്ലാം അവർക്കറിയാം. നേതൃത്വത്തിന് അറിയാമെന്നാണ്. എല്ലാം നേതൃത്വത്തിന് ഇത്രയും കാലം അറിയാമായിരുന്നു എന്നാണ്. അറിയാതെ പിന്നെ അങ്ങനെ അവരറിയാതിരിക്കുന്നത് അവരിവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്പന്ദനങ്ങളും അറിയുന്ന ആളുകളല്ലേ. ബോധമുള്ളപ്പോഴാണോ അവഗണിക്കാതിരിക്കാനില്ല. എന്തായാലും അതൊന്നും അറിയില്ല. ഞാൻ ഇടപെടണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. അതാണ് മനസ്സിലായി. ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞില്ലേ. ഭുവനേശ്വറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈകാരികമായി സംസാരിച്ചു. ഈ കോൺഗ്രസ് തന്നെയാണോ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്ന് കരുതുന്നു? ശരി, അന്നത്തെ കുറെ ഗുണ്ടാ പിള്ളേരല്ല ആ പാർട്ടിയിലൊക്കെ. പക്ഷേ LSSന്റെ ആ പ്രദേശത്തെ കുറെ നയപ്രമാണിമാരുടെ മക്കളാണ് മുമ്പന്തേലും ഉണ്ടായിരുന്നത്. ഒരുത്തൻ ഇപ്പോഴും സമുദായ നേതാവാണ്. മനസ്സിലായോ? അവരാരും ഒരു പ്രസ്ഥാനത്തിന് രൂപയില്ല, രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പശ്ചിമ ബംഗാളിൽ 1400 പേരെയാണ് കൊന്നത്. CPMന്റെ 1400 അർത്ഥ ഫാസിസ്റ്റ് ഭീകരവാഴ്ച ഞങ്ങൾ വിളിച്ചത് സിദ്ധാർത്ഥ ശങ്കരയുടെ കാലത്ത്. CPM കോൺഗ്രസും കൊണ്ട് ഐക്യമായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലവിടെ മമതയെ നേരിടാൻ. നമുക്കൊന്നും കിട്ടിയില്ല, അവർക്ക് 2 സീറ്റ്. ഇത്തവണ ഐക്യമാണ്, ത്രിപുരയിൽ ഐക്യമായിരുന്നു. അതൊക്കെ രാഷ്ട്രീയമായ നിലപാടുകളാണ്. കാലം മാറി. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്നില്ല. എന്നർത്ഥമല്ല, എന്നല്ല. അവിടെ കോൺഗ്രസും CPM തമ്മിൽ ഐക്യത്തിലാണെന്ന് ഞാൻ പറയുകയാണ്. ഇല്ല, കോൺഗ്രസ് സപ്പോർട്ടൊന്നും എനിക്ക് എഴുതി തന്നിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ കാര്യം ഇപ്പൊ എനിക്ക് പറയേണ്ട കാര്യമല്ല. സപ്പോർട്ട് പറയട്ടെ. സർക്കാരിനെ വിമർശിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചാരണത്തിൽ അപ്പൊ സാർ ഇപ്പോൾ മത്സരിക്കുന്നത് തീർത്തും ഒരു വ്യക്തിപരമായ കാരണങ്ങളാലാണ് എന്നുള്ള ഒരു വിമർശനം വന്നാൽ എന്തായിരിക്കും സാറിന്റെ അഭിപ്രായം? സാറ് പറഞ്ഞു പാർട്ടിയെ വിമർശിക്കില്ല. അങ്ങനെ വിമർശനം വരേണ്ട കാര്യം അതാണ് ഞാൻ വിശദീകരിച്ചത്. ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ആര് പറഞ്ഞ? മണി നമ്മുടെ ഇടുക്കിയിലെ ഷൂ. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങേർക്ക് എന്തിൻ്റെ സുഖേടാ? ഈ ആലപ്പുഴയിലെ ഒരു കാര്യത്തിൽ അവിടെ ഇരുന്ന് വർത്താനം പറയട്ടെ. എന്ത് കാര്യത്തില് ഇവരെന്തിനാ ഞാൻ അഭിപ്രായം പറയുന്നത്? ഇവരെ ആര് ചുമതലപ്പെടുത്തി? ഇതിന് മറുപടി പറ. മണി ഒരു സീരിയലായ നേതാവ്, ഞങ്ങൾ ഒരുമിച്ച് മന്ത്രിസഭ പേരിടുന്നു അല്ലേ? മണി എന്തിനാ അതിനകത്ത് അവിടെ ഇരുന്നുകൊണ്ട് അഭിപ്രായം പറയുന്നത്? ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇത്തരം അഭിപ്രായങ്ങളെ പറ്റി മണി എല്ലാവരെ പറ്റി പറയുമല്ലോ. അങ്ങനെ മണി പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ജനത്തിന് സ്വാധീനം അപ്പം അത് മിണ്ടാതിരിക്കുക.